In the midnight glow where the stars align, we lose ourselves in the ഇന്നത്തെ വീഡിയോയിലൊരു വെറൈറ്റി ഇൻഫർമേഷൻ കാണിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, പല വീഡിയോസ് ചെയ്യുന്ന സമയത്തും തംബ്നെയിൽ കൊടുക്കും സിബിൽ ഇല്ലാത്തവർക്ക് കിട്ടും, നെഗറ്റീവ് ഉള്ളവർക്ക് ലോൺ കിട്ടും, അല്ലെങ്കിൽ സാലറി ഇല്ലാത്തവർക്ക് ലോൺ കിട്ടും. അപ്പോൾ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊന്ന് പറയും, എനിക്ക് സിബിൽ ഇല്ലല്ലോ, നിങ്ങൾ പറഞ്ഞ സിബിൽ ഇല്ലാത്തവർക്ക് കിട്ടുമെന്നല്ലോ, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞ് കിട്ടിയില്ല, അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ നേരിട്ട് കാണിക്കാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ലോണിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ഏകദേശം 900 ദിവസത്തോളം, ഏകദേശം എന്താ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തോളം EMI പെൻഡിങ് വരുത്തിയ ആളാണ്. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ കാണാം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇങ്ങനെ എല്ലാ വർഷവും. ഇത് 2021 സ്റ്റാർട്ട് ചെയ്തതാണ്. അതാണ് ഓരോ മാസവും കൂടെ കാണിക്കുന്നത് 900 EMI. അപ്പോൾ മാർച്ചിൽ 900 എന്നല്ല ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ വർഷം, അതായത് ഇതിന് പുറകിൽ 900 ദിവസമായി ഇദ്ദേഹം പെൻഡിങ് വരുത്തിയിട്ട്. അങ്ങനെയാണ് ഈ ഓരോ മാസവും 900 900 900 എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തെ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് സാറേ ഓഫറുണ്ട്, സെറ്റിൽമെൻറ്റ് എന്തെങ്കിലും കൊടുത്ത് കാണണം, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അടച്ചിരിക്കുന്നത്. അപ്പോൾ ജനുവരി 2023 വരെ 900 അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ സിബിൽ നോക്കുകയാണെങ്കിൽ വളരെ വളരെ എന്താ പറയുന്നത് ട്രാജഡിയാണ്. കാരണം സിബിലിൽ ഇതിനെക്കാട്ടിയും വേറൊരു എന്താ പറയുന്ന ഒരു സിറ്റുവേഷൻ, ഡേഞ്ചർ സിറ്റുവേഷൻ വരാനില്ല. അപ്പോൾ ഇദ്ദേഹത്തിനും ലോൺ ഒരു ആപ്പ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് കാണിക്കാം. പിന്നെ ഒരുപാട് എന്താ പറയുക അപ്ഡേഷൻസ് ലോൺ ആപ്പിലും മറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം ഇനി നമ്മൾ വരുന്ന വീഡിയോയിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഉറപ്പായും ചെയ്യുന്നതാണ്. ഇത് അദ്ദേഹം എടുത്തിരിക്കുന്നത് അഖാര ക്യാപിറ്റൽ എന്നൊരു ഫിനാൻസിൽ നിന്നാണ്, അതായത് നമ്മുടെ സ്റ്റാഷ് ഫിൻ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ 900 ദിവസത്തോളം EMI പെൻഡിങ് വരുത്തി. ഇതാ നോക്കൂ, അദ്ദേഹത്തിന് ലോൺ കൊടുത്തിരിക്കുന്ന കമ്പനിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അദ്ദേഹത്തിന് ഏകദേശം 30,000 രൂപയോളം എന്താ പറയുന്ന ഇവിടെ ലോൺ ലഭിച്ചു. ഒരു മാസത്തിൽ 10,905 3 മാസമാണ് ഇത് EMI അടച്ചു തീർക്കേണ്ട കാലാവധി. അപ്പോൾ പേരും മറ്റു കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവസി മാനിച്ചുകൊണ്ടാണ്. ഇദ്ദേഹത്തിന് എന്താ പറയുന്നത് ഇൻട്രസ്റ്റ് കൂടുതലാണ്. റാം ഫിൻകോപ്പിൽ ഞാൻ പറയുന്നല്ലോ, നോർമലി ഇൻട്രസ്റ്റ് കൂടുതലാണ്, അതും കൂടെ പറയണം. കാരണം ഏകദേശം 30,000 രൂപ അപ്ലൈ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയത് എനിക്ക് തോന്നുന്നു 21 22 ആ ഒരു റേഞ്ചിലാണ് കിട്ടിയത്. ഒരുവിധം ആൾക്കാർക്കെല്ലാം റാം ഫിൻകോപ്പ് എന്താ പറയുന്നത് ഒരേപോലെയാണ് ലോൺ കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ബ്രാഞ്ചിലോ ട്രൂ ബാലൻസിലോ ഒക്കെ ലോൺ എടുക്കുകയാണെങ്കിൽ പല ആൾക്കാർക്കും 500 രൂപ കിട്ടുന്നവരുണ്ട് ബ്രാഞ്ചിലും ട്രൂ ബാലൻസിലൊക്കെ, അതുപോലെ തന്നെ 10,000 കിട്ടുന്നവരുണ്ട്, 1 ലക്ഷം വരെ കിട്ടുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ സിഗ്സാഗ് മൂവ്മെൻറ്റിൽ പോകുന്ന ഗ്രാഫായിരിക്കും. പക്ഷേ നമ്മുടെ ഈ റാം ഫിൻകോപ്പിലാണെങ്കിൽ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാർക്ക് 10,000 രൂപ ലോൺ കിട്ടും. 10,000 രൂപ കിട്ടിയാൽ അവർക്ക് ലോൺ കിട്ടിയാൽ അവർക്ക് കിട്ടുന്ന എമൗണ്ട് 8,000 രൂപയാണ്. അടച്ചു വരുമ്പോൾ ഏകദേശം 11-12 രൂപയോളം അടച്ചു വരും. അപ്പോൾ രണ്ടാമത് അവർക്ക് കിട്ടുന്ന എമൗണ്ട് ഏകദേശം 30,000 രൂപയാണ്. അങ്ങനെയൊരു എന്താ പറയുക ഒരു ഇമ്പ്രൂവ്മെൻറ്റ് റാം ഫിൻകോപ്പിലുണ്ട്. ഓക്കെ, എമൗണ്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, 900 ദിവസം EMI മുടക്കിയിട്ടും ഈ റാം ഫിൻകോപ്പ് ഇദ്ദേഹത്തിന് ലോൺ കൊടുത്തു എന്നാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, സാർ എനിക്ക് 500 ദിവസം EMI പെൻഡിങ് ആണ്, അല്ലെങ്കിൽ 600 ദിവസം പെൻഡിങ് ആണ്, എനിക്ക് ഏത് ആപ്പിൽ നിന്ന് കിട്ടും? അപ്പോൾ അങ്ങനെ വളരെ EMI പെൻഡിങ് ഉള്ള ആ ഒരു വ്യക്തികൾക്കെല്ലാം റാം ഫിൻകോപ്പ് ചെയ്യാം. ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാണാം, നേരിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ എന്താ പറയുക ഈ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കാണിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ലോൺ ഡീറ്റെയിൽസ്. ഏകദേശം 30,000 രൂപ എടുത്ത സമയത്ത് 24,000 രൂപ കിട്ടി. 3 മാസത്തെ ടെന്യൂറിനാണ് കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് പേയ്മെൻറ്റ് ഡേറ്റ് EMI എമൗണ്ട് 1,905 രൂപയാണ്. ഇതവിടെ കാണാം, വ്യക്തമായിട്ട് നിങ്ങൾ കാണാം. 3rd മാർച്ചിൽ 1,905, 3rd ഏപ്രിൽ 1,905, 3rd മെയ്യിൽ 1,908. അങ്ങനെ എല്ലാം കൂടെ അടച്ചു തീരുമ്പോൾ ഏകദേശം 32 ആ ഒരു റേഞ്ചിലാകും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സിബിലിൽ ഭീകരമായ ഡിഫോൾട്ട് വരുത്തിയവർക്കും അതേപോലെ തന്നെ കൂടുതൽ എമൗണ്ട് ആവശ്യമുള്ളവർക്കും റാം ഫിൻകോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഒരു 10,000 20,000 രൂപയ്ക്ക് ആദ്യമേ ഒരു ലോൺ ആപ്പ് തരുന്നതെന്ന് വെച്ചാൽ വളരെ അപൂർവമാണ്. അത് നമുക്കറിയാവുന്ന പരിചയമുള്ള ബ്രാൻഡുകളായ ട്രൂ ബാലൻസ്, ബ്രാഞ്ച്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഒരു 50% പേർക്കും ആദ്യം കൊടുത്തിരിക്കുന്ന 5,000 രൂപ 10,000 രൂപ അങ്ങനെയാണ്. പക്ഷേ റാം ഫിൻകോപ്പ് അങ്ങനെയല്ല. 30,000 രൂപയ്ക്ക് എന്താ പറയുന്ന ലോൺ ആദ്യമേ കൊടുക്കും, കുറച്ച് ഇൻട്രസ്റ്റ്
കൂടുതലാണെങ്കിലും നമുക്ക് വളരെ അർജൻസി, അപ്പോൾ എന്തെങ്കിലും ഞാൻ നേരത്തെ പറയുന്ന പോലെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ എമൗണ്ട് നിങ്ങൾക്ക് മറിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റാം ഫിൻകോപ്പിനെ നിങ്ങൾ ആശ്രയിക്കണം. അതിന് മുമ്പ് നിങ്ങൾ ആഴത്തെങ്കിലും അത്യാവശ്യത്തിന് പൈസ ചോദിക്കുക, ഒരു 10 പേരെടുത്ത് ചോദിക്കുക. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ മാത്രമേ റാം ഫിൻകോപ്പിൽ നിന്ന് ലോൺ എടുക്കാൻ പാടുള്ളൂ. കാരണം അത്രയേറെ ഇൻട്രസ്റ്റാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതായത് ബ്ലൈഡുകാർ തോൽക്കുന്ന ഇൻട്രസ്റ്റാണ് ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞ് എല്ലാവരും ചാടിക്കയറി എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ സിബിൽ സ്കോർ മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ സിബിൽ സ്കോർ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സിബിൽ സ്കോർ മസ്റ്റായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ്, സിബിൽ സ്റ്റാറ്റസ്. അപ്പോൾ ഏതിൽ നിന്ന് ലോൺ കിട്ടുമെന്നുള്ള നിങ്ങൾക്കൊരു ഏകദേശം നമ്മളെ ഒരു ചാനലിലും മറ്റ് ബാങ്കിങ് ചാനലിലും കാണുന്ന വ്യക്തികൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കാണും. ഓക്കെ, ഇങ്ങനെ സിബിൽ അല്ലെങ്കിൽ ഇത്ര സ്കോർ വരികയാണെങ്കിൽ ഏത് ആപ്പിൽ നിന്ന് കിട്ടും, നിങ്ങളുടെ ട്രാൻസാക്ഷൻ, നിങ്ങളുടെ ആ ഒരു ലയബിലിറ്റി എത്രയാണെന്നെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സിബിൽ റിപ്പോർട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. OneAndro എന്നാണ് പറയുന്നത്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ മാസത്തിൽ ഒരു മാസത്തിൽ 2 തവണ നിങ്ങൾ സിബിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ വളരെ നല്ലത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ താല്പര്യം പോലെ എന്നാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു മാസം നിങ്ങൾ സിബിൽ സ്കോർ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.